അവരെല്ലാവിധ അവിശുദ്ധ കൂട്ടുകെട്ടിലും അവസാന കാലത്തേക്ക് വന്നു എന്നുള്ളത് എൻ്റെ ഒരുപാട് തെളിവുകളുണ്ട്. അതൊക്കെ ഒരുപക്ഷെ 19-ന് ശേഷം വളരെ കൃത്യമായി വോട്ട് ഇന്നലെ നോക്കിയാൽ മനസ്സിലാവും. അതിലെ BJP ഉൾപ്പെടെയുള്ള കക്ഷികളുമായിട്ട് ഒരു രഹസ്യധാരണ അവരുണ്ടാക്കി എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അല്ല, ആ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അപൂർവജീവിയായി മാറുന്നത് ഇവിടെ CPM ആണ്. CPM ആണ് പിന്നെ ബംഗാളിൽ കോൺഗ്രസുമായിട്ട് ചേർന്ന് മുല്ലപ്പള്ളീൻ്റെ പാർട്ടിയുമായി ചേർന്ന് മത്സരിക്കുന്നത്. ആ ജയരാജന് എന്ത് ധാർമ്മികതയുണ്ട് ഇവിടെ RMPയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്? RMP മുല്ലപ്പള്ളിയുടെ ഇതാണെന്ന് പറയാൻ എന്ത് ധാർമ്മികതയുള്ളത്? P. ജയരാജൻ ഇവിടെ ഞങ്ങളുടെ ഉൾപ്പെടെ വീടുകളിലൊക്കെ കയറി വോട്ട് ചോദിക്കുകയും സ്ഥിരം വീടുകൾ സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് CPMന് കിട്ടുന്ന പല വോട്ടുകളും CPMന് നഷ്ടപ്പെട്ടു. CPM ഇവിടുത്തെ പിന്നെ തോൽവിക്ക് LDFന്റെ തോൽവിക്ക് ഏറ്റവും പ്രധാന ഘടകം ജയരാജനാണ്. ജയരാജനെ ഏതെങ്കിലും സ്ഥലത്ത് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അത്രയും വോട്ട് CPMന് കുറയുക ചെയ്യുക.